പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവുണ്ടല്ലോ, ധൈര്യം തരും. നമുക്ക് ധൈര്യം, ജീവിതത്തെ അഭിമുഖീകരിക്കാൻ ധൈര്യം തരും. ബൈബിളിൽ 365 ദിവസത്തേക്ക് എന്ന വണ്ണം 365 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നൊരു വചനമാണ്, വാക്യമാണ് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കർത്താവ് ഭയമൊക്കെ എടുത്തു മാറ്റി നമുക്ക് ധൈര്യം നൽകും. ഒത്തിരി ആളുകളുണ്ട് പരീക്ഷാ പേടി, ബിസിനസ് ചെയ്യാൻ പേടി, വിവാഹം കഴിക്കാൻ ഭയം അല്ലെങ്കിൽ പേടി, ആളുകളോട് സംസാരിക്കാൻ പേടി, ടെൻഷൻ ഏറ്റെടുക്കാൻ പേടി, ജീവിതത്തിൻ്റെ തടസ്സങ്ങളെ അഭിമുഖീകരിക്കാൻ പേടി, കടബാധ്യതയെ പേടി, രോഗത്തെ പേടി, മരണത്തെ പേടി. അവരോട് കർത്താവ് പറയാണ്, എന്നിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. അങ്ങനെ ഭയത്തിൻ്റെയും പേടിയുടെയും ഒക്കെ മൂടുപടത്തിനുള്ളിൽ ഇങ്ങനെ നിരാശപ്പെട്ട് കഴിയുന്ന ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ഈശോയിലേക്ക് വന്നാലേ, അവിടുത്തെ കരബലത്തിലേക്ക് വന്നാലേ, അവിടുത്തെ ആശ്രയിച്ചാലേ അതിൽ നിന്നൊരു, ആ ബന്ധനത്തിൽ നിന്നൊരു പരിപൂർണമായ മോചനം കിട്ടുള്ളൂ. വചനമുണ്ടല്ലോ, സങ്കീർത്തനം 27, 13, 14. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ നന്മ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? തുടർന്ന് വചനം പറയുന്നുണ്ട്, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. അവിടെ നിന്നും നീ പ്രത്യാശ അർപ്പിക്കുക, വേറെ ആരിലുമല്ല, ഒരു തത്വസംഹിതകളിലുമല്ല, ഒരു കോടീശ്വരനിലുമല്ല, ഒരു ബാങ്ക് ബാലൻസിലുമല്ല, ഒരു നിന്റെ മക്കളിലോ, നിന്റെ കാറിലോ, നിന്റെ സമ്പത്തിലോ, നിന്റെ ആരോഗ്യത്തിലോ, നിന്റെ ഭാര്യയിലോ, നിന്റെ ഭർത്താവിലോ ഒന്നിലുമല്ല പ്രത്യാശ അർപ്പിക്കേണ്ടത് കർത്താവില. അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്നാ പറയുക. കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പും കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷവും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നേ. സുവിശേഷങ്ങൾ അതല്ലേ നമ്മളെ പഠിപ്പിക്കുക. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, സക്കേവൂസ്, ഇവരെല്ലാം കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വേറൊരു പുതിയ വ്യക്തികളായി മാറി. ഇതുപോലെ കർത്താവ് നമുക്ക് ധൈര്യവും ബലവുമായിരിക്കട്ടെ. അവിടുത്തെ കണ്ടുമുട്ടാൻ ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അവിടുത്തെ ധ്യാനിച്ച് സുഖമായി കിടന്നുറങ്ങാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങാണ് എൻ്റെ ബലം. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.